بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ربي يسر ولا تؤسر، ربي زدنا علما وحلما وفهما وعقلا وحفظا وغضبا كاملا، ربي تمم بالخير والسعادة. واغفر لنا ولوالدينا لمشايخنا لأساتذتنا لجميع المسلمين. ബാബുർ റിബ, പലിശയെ പറ്റി പറയുന്ന ബാബ്. പലിശയുടെ ഭവിഷ്യത്തുകളും പരിശുദ്ധ ഇസ്ലാമിൽ അതിന്റെ ശിക്ഷകളൊക്കെ പറയുന്ന അധ്യായമാണ്. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഭാഗം. ഹദീസുകൾ വായിക്കുന്നു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല, അവർ പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു, ആക്കില റിബ, പലിശ തിന്നുന്നവരെ, വമുക്കിലഹു, അതിനെ തീറ്റിപ്പിക്കുന്നവരെ. അക്കല, അത് ആക്കിൽ, തിന്നുന്നവർ. മറ്റേ അക്കല യുക്കിലു, അഫ്അല വസ്ന്, തീറ്റിപ്പിക്ക്. മൂക്കില് അറിയപ്പോ അഫ്അല യുഫിലു ഇഫാലം പോ മുഫ്ഇലുന്നല്ല. അപ്പൊ അക്കല യൂക്കിലു, ആക്കല യൂക്കിലു ഈ കാലം പോ മൂക്കിലുന്നവർ. അപ്പൊ കാത്തിബഹു, അതിനെ എഴുതുന്നവനെ, പലിശക്ക് വേണ്ടി എഴുത്തുകുത്ത് നടത്തുന്നവൻ. ബാങ്കിലൊക്കെ ജോലി ഉണ്ടായാലും ഇപ്പൊ അതല്ലേ. വശാഹിദൈഹി, അതിന്റെ സാക്ഷികളെ. അപ്പൊ തിന്മ ചെയ്യുന്നവരെ മാത്രമല്ല, തിന്മക്ക് വേണ്ടി സഹായം ചെയ്യലും ഹറാമാണ്. തിന്മയോട് കൂടെ നിൽക്കലും അതിനോട് സഹവസിക്കലും അതിനെ സഹായിക്കലും ഹറാമാണ് എന്നതിലേക്ക് നമുക്ക് സൂചന. ജോലി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി, നല്ല ജോലി എടുക്കണം. വഖാല, നബിസങ്ങൾ പറഞ്ഞു, ഹും സവാഉൻ, അവരൊക്കെ സമന്മാരാണ് എന്ന്. അപ്പൊ ഒരു ഹറാമായ പ്രവർത്തിക്ക് നമ്മുടെ വണ്ടി വിട്ടുകൊടുക്കലും അതിനെ എഴുതി കൊടുക്കലും അതൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജോലി, നല്ല ജോലി എടുക്കണം, അങ്ങോട്ട് സമ്പാദിക്കണം. അതാണ് നല്ല മുതല്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഅൻ ഉബാദത്ത ഇബ്നു സ്വാമിത്ത്, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പലിശയുടെ രീതികൾ, രൂപങ്ങൾ പറയാണ്. ഇനി അദ്ദഹബു ബിദ്ദഹബി, സ്വർണം സ്വർണത്തിന് പകരം, വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി, വെള്ളി വെള്ളിക്ക് പകരം, വൽ ബുർറു ബിൽ ബുർരി, ഗോതമ്പ് ഗോതമ്പിന് പകരം, വശഈറു ബിശ്ശഈരി, ബാർലി ബാർലിക്ക് പകരം, വത്തമ്രു ബിത്തമ്രി, കാരക്ക കാരക്കക്ക് പകരം, വൽമില്ലു ബിൽ മില്ലി, ഉപ്പ് ഉപ്പിന് പകരം, മിസിലം ബി മിസിലിൻ, തുല്യമായ നിലക്കായിരിക്കണം, ബി മിസിലിൻ, തുല്യതക്ക് പകരം, തുല്യമായ നിലക്കായിരിക്കണം, തുല്യൻക്ക് പകരം. എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഒരേ അളവായിരിക്കണം. സ്വർണം, പഴയ സ്വർണ്ണാണ്, പുതിയ സ്വർണ്ണമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ചിലപ്പം മോതിരം വളക്ക് പകരം കൈമാറാം. ഇങ്ങനെ ഭക്ഷണ സാധനവും സ്വർണ്ണ വെള്ളിയും കൈമാറുമ്പോ തുല്യത ഉണ്ടാവണം. അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും തുല്യമാവണം. അല്ലെങ്കിൽ പലിശയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. യദം ബിയദിൻ, റൊക്കത്തിന് പകരം റൊക്കമായി നിൽക്കുമാവണം. ഫൈദഖ്തലഫത്ത്, അപ്പൊ റൊക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോ കൈമാറ്റപ്പ തന്നെ നടക്കണം. അരിക്ക് പകരം നൽകുമ്പോഴും ഒക്കെ കൈമാറ്റപ്പ തന്നെ നടക്കണം. പിന്നീട് പറഞ്ഞാണ്ട് കടാകരുത്. ഇപ്പൊ അരി തരാ, പിന്നെ മറ്റരി ഇങ്ങോട്ട് തന്നാണ്ടി. തുല്യമാവുകയും ചെയ്യണം, റൊക്കമാവുകയും ചെയ്യണം. ഫൈദഖ്തലഫത്ത്, വ്യത്യസ്തമായാല്, ആദിയിൽ അസ്നാഫു, ഈ വസ്തുക്കൾ, ഈ സിൻഫുകൾ വ്യത്യാസമായാല്, അതായത് അരി ഗോതമ്പിന് പകരമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്വർണ്ണ വെള്ളിക്ക് പകരമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്വർണം പൈസക്ക് പകരമാണ് കൊടുക്കുന്നത്, അതും പെടൂലപ്പത്. ഫൈദഖ്തലഫത്ത്, അത് പെടുമോ? പണ്ഡിതന്മാര് ചർച്ച ചെയ്യും. ഫൈദഖ്തലഫത്ത് ഹാദിഹിൽ അസ്നാഫു, ഈ വിഭാഗങ്ങൾ വ്യത്യാസമായാൽ, ഫബീഉ, നിങ്ങൾ ബൈഅ ചെയ്യുക, കച്ചവടം ചെയ്യുക, കൈഫ ശീത്തും, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ. അപ്പൊ വ്യത്യാസമാണെങ്കിൽ പ്രശ്നമില്ല. അരി ഗോതമ്പിന് പകരം കൊടുക്കാം. ഇങ്കാന യദംബിയദിൻ, അത് എന്താവണമെന്ന് മാത്രം, കൈയവകാശം ഉണ്ടാവണം.
കൈക്ക് പകരം കൈയായിട്ട് നൽകണം. അളവ് വ്യത്യാസമായിട്ട് കുഴപ്പമില്ല. 1 കിലോന് ഗോതമ്പ് 2 കിലോ അരിക്ക് പകരം കൊടുക്കാം. പക്ഷെ റൊക്കമാവണം എന്ന നിബന്ധന അവിടെയുണ്ട്. അബീ സഈദ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അബീ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹബു ബിസ്സഹബി, സ്വർണം സ്വർണത്തിന് പകരവും, വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി, വെള്ളി വെള്ളിക്ക് പകരവും, വൽ ബുർറു ബിൽ ബുർരി, ഗോതമ്പ് ഗോതമ്പിന് പകരവും, വശഈറു ബിശ്ശഈരി, ബാർലി ബാർലിക്ക് പകരവും, വത്തംറു ബിത്തംരി, കാരക്കക്ക് പകരവും, വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പിന് പകരവും, മിസലം ബി മിസലിൻ, തുല്യൻക്ക് പകരം തുല്യനായ നിലക്കാണ്, മിസലം തുല്യനായ നിലക്കാണ് നൽകേണ്ടത്, തുല്യൻക്ക് പകരം. അപ്പോ 1 കിലോനാണെങ്കിൽ 1 കിലോ. യദംബി യദം, റൊക്കത്തിന് പകരം റൊക്കമായ നിലക്കുമാണ്. യതെന്ന് പറഞ്ഞാൽ ഒന്ന് റൊക്കമായിട്ട് കൊടുക്കുമ്പോൾ ബിയദിൻ, മറ്റേ റൊക്കത്തിന് പകരം ആകണം. ആ സാധനം അങ്ങോട്ട് നൽകുന്നത് റൊക്കമാകണം, അങ്ങോട്ട് കൊടുക്കുന്നു റൊക്കമാകണം. പൊമൻ സാദ, അപ്പൊ വർദ്ധിച്ചാല്, ഒരു വസ്തു ഏറെയുണ്ടെങ്കില്, അവിസ്ദാദ, അല്ലെങ്കിൽ വർദ്ധനവ് ചോദിച്ചാല്, വർദ്ധനവ് ആവശ്യപ്പെട്ടാല്, ഫഖദ് അർബാ, റിബ ചെയ്തവനായി, പലിശ നൽകിയവനായി, അൽ ആഖിദു, വാങ്ങുന്നവനും, വൽ മുഅ്തി, നൽകുന്നവനും, ഫീഹി സവാഉൻ, അതിൽ സമമാണ്, രണ്ടാളും കുറ്റക്കാരാണ്, വാങ്ങിയവൻ മാത്രമല്ല. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. വഅൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തബിഉ ദഹബ ബിദ്ദഹബി. കൂടുതൽ വിവരണം ഫത്ഹുൽ മുഈൻ നോക്കുക. അതുപോലെ ആധുനിക പണ്ഡിതന്മാരെ എഴുതിയ ഫത്വകൾ നോക്കുക. വെറുതെ ഇരിക്കണ്ടല്ലോ, ലോക്ക്ഡൌൺ അല്ലേ. ലാ തബിഉ ദഹബ ബിദ്ദഹബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർണ്ണത്തെ നിങ്ങൾ വിൽക്കരുത്, ബിദ്ദഹബി, സ്വർണ്ണത്തിന് പകരം, ഇല്ല മിസ്ലൻ ബിമിസ്ലിൻ, തുല്യനായ നിലക്കല്ലാതെ, ബിമിസ്ലിൻ, തുല്യൻക്ക് പകരം, വലാ തുഷിഫു ബഅലഹ അലാ ബഅലിൻ, വലാ തുഷിഫു, നിങ്ങൾ ശ്രേഷ്ഠത നൽകരുത്, ബാലഹ, അതിൽ ചിലതിനെ, ബിബഅല ബാലിൻ, ചിലതിനേക്കാൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു പഴയതാണ്, അപ്പൊ കുറച്ച് കുറവുണ്ടാവും, മറ്റേത് പുതിയതാണ്, അപ്പൊ അത്ര ഉണ്ടാവില്ല, അങ്ങനെ ആവരുത്. പഴയതിന് വില കുറയില്ല. വലാ തബിയോ, അങ്ങനൊന്നും പാടില്ല. വലാ തബിയോ, നിങ്ങൾ വിൽക്കരുത്, വരിക്ക, വെള്ളിയെ, ബിൽ വരിക്ക്, വെള്ളിക്ക് പകരം, ഫില്ലത്തിന്റെ അർത്ഥം, ഇല്ലാ മിസ്ലൻ ബിമിസ്ലിൻ, തുല്യനായ നിലക്കല്ലാതെ, തുല്യൻക്ക് പകരം, വലാ തുഷിഫു, നിങ്ങൾ വ്യത്യാസമാക്കരുത്, തുഫല്ലിലു എന്നർത്ഥം, ഏറ്റവും വ്യത്യാസമാക്കരുത്, ബാലഹ, ചിലതിനെ, അലാ ബാലിൻ, ചിലതിനേക്കാൾ, വലാ തബിയോ, നിങ്ങൾ വിൽപ്പന നടത്തരുത്, മിൻ ഹബയിൽ നിന്ന്, ഗായിബൻ, ഇപ്പോൾ ഇല്ലാത്ത വസ്തുവിനെ, ബിനാജിസിന്, ഉളറിയ വസ്തുവിന് പകരം, ഇപ്പൊ കൊടുക്കേണ്ട ഒന്നിനെ മറ്റീനെ പിന്നെ കൊടുക്കുള്ളൂ. വെള്ളി അങ്ങോട്ടുള്ള ഇപ്പൊ കൊടുക്കും, ഇങ്ങോട്ടുള്ള പിന്നെ തരും, അങ്ങനെ പറ്റൂല. മുത്തഫഖുൻ അലൈഹി, ഇതൊക്കെ വിൽപ്പന നടത്തുമ്പോഴാണ്. റിവായത്ത്, റിപ്പോർട്ടിലുണ്ട്, ലാ തബിഉ, നിങ്ങൾ വിൽപ്പന നടത്തരുത്, അസ്സഹബ, സ്വർണത്തിന്, ബിദ്ദഹബി, സ്വർണത്തിന് പകരം, വൽ വരിക്ക ബിൽ വരിക്ക്, വെള്ളിയെ വെള്ളിക്ക് പകരം, ഇല്ലാ വസനം ബിവസനിൻ, തൂക്കത്തിന് പകരം തൂക്കം കൊണ്ടല്ലാതെ, തൂക്കമായ നിലക്കല്ലാതെ, ബിവസനിൻ, തൂക്കത്തിന് പകരം. ഇതൊക്കെ ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ളതാണ്, മുസ്ലിമിന്റെ ഹദീസാണ് ഇപ്പൊ പറയുന്നത്. മഅ്മർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു നിന്നും, ഖാല, അവർ പറയുന്നു, കുന്തു, ഞാനായിരുന്നു, അസ്മഉ, കേൾക്കാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഖൂലു, പറയുന്നു, അത്ആമു ബിത്ആമി, ഭക്ഷണം ഭക്ഷണത്തിന് പകരം ആകുമ്പോൾ, മിസ്ലൻ ബിമിസ്ലിൻ, തുല്യതക്ക് പകരം തുല്യമാവണം. അരി അരിക്ക് പകരം കൊടുക്കുകയാണെങ്കിൽ തുല്യനാവണം. അത് പച്ചേരിയാണ്, മറ്റേ ചോച്ചേരിയാണെന്നും പറഞ്ഞ കാര്യമില്ല. അല്ലെങ്കിൽ വിലക്ക് പകരം വിറ്റോട്ടെ, എന്നിട്ട് മറ്റേ വിലക്ക് പകരം വാങ്ങാം. അപ്പൊ പിന്നെ ആ പ്രശ്നം കുറെയൊക്കെ പരിഹരിക്കാം. ഇത് അങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ തുല്യനാവണം. കാരണം ഇതിന്റെ കേടും ഇതിന്റെ ഗുണമൊന്നും ചിലപ്പം വിൽക്കും മനസ്സിലാവില്ല. പിന്നീട് നോക്കുമ്പോ അയ്യടാ ഞാൻ വിട്ടു എന്ന് വിചാരിച്ചു, കാരണം ഞാൻ അത്രയേറെ പൈസ അങ്ങോട്ട് കൊടുത്ത് എന്നൊക്കെ തോന്നിപ്പോകും. ചതികൾ നടക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്.
ഇനി മറ്റൊരു ഹദീസ് നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സഹബു ബിസ്സഹബി റിബൻ, സ്വർണം സ്വർണത്തിന് പകരം നൽകുമ്പോൾ അത് പലിശയാണ്. ഇല്ല ഹാ വഹാ, റൊക്കത്തിന് ഹാ എന്ന് പറഞ്ഞാൽ ഹാ ഖുദ് എന്നാണ് അർത്ഥം. പിടിക്ക് റൊക്കമായിട്ടായി നൽകുക എന്നർത്ഥം. ഹാക്ക എന്ന് പറഞ്ഞാലോ ഹാ ആ എന്നൊക്കെ പറഞ്ഞാല് നീ പിടിക്കൂ എന്ന് പറഞ്ഞതായിട്ടല്ലാതെ, വൽവരിക്കു ബിൽ വരിക്ക്, വെള്ളിക്ക് പകരമാകുന്ന റിബൻ പലിശയാണ്. ഇല്ല ഹാ വഹാ, നീ പിടിക്കൂ എന്ന നിലക്കല്ലാതെ. വൽബുറു ബിൽബുരി, ഗോതമ്പിന് പകരം റിബൻ പലിശയാണ്. ഇല്ല ഹാ വാ, കൈമാറ്റം ഉടനെ നടക്കണോ, ആ സദസ്സിൽ നിന്ന് തന്നെ കൈമാറ്റം നടത്തുക എന്ന നിലക്കല്ലാതെ കടം പറയാൻ പാടില്ല. അപ്പൊ വിൽപ്പനയാണെങ്കിൽ കടം പറയാൻ പാടില്ല. ബാർലിക്ക് പകരം റിബൻ പലിശയാണ്. ഇല്ല ഹാ റൊക്കമായ നിലക്കല്ലാതെ. വത്തമ്രുവിത്തംരി, അപ്പൊ ഭക്ഷണ സാധനം, വെള്ളി, സ്വർണം, ഇതിലാണ് ഈ പ്രശ്നമുള്ളത്. ബാക്കിയുള്ളതിലും പ്രശ്നമല്ല. സ്വർണത്തിന് പകരം റിബൻ പലിശയാണ്. ഇല്ല ഹാ റൊക്കമായ നിലക്കല്ലാതെ. മുത്തഫഖുൻ അലൈഹി, അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ കിതാബിൽ, നെല്ലിക്കുത്ത് ഉസ്താദിന്റെ സാമ്പത്തികം എന്ന പുസ്തകം, അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അത് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. ഇനിയും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ പറയാം.